നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഗ്രാഫിക് ഡിസൈൻ ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ പരിശോധിക്കുന്നത് ഇൻഡിസൈൻ 2021 ആണ്. ഇൻഡിസൈൻ 2021 ചില പുതിയ ഫീച്ചേഴ്സ് നിങ്ങൾക്കിവിടെ പരിചയപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അഡ്വാൻസ്ഡായ ഒരു 3 ഫീച്ചേഴ്സാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. ആദ്യത്തേത് ഫൈൻഡ് ചേഞ്ച് കളേഴ്സ് എന്നുള്ളതാണ്. ഇൻഡിസൈൻ പരിചയപ്പെടുന്നവർക്കും ഇൻഡിസൈൻ വർക്ക് ചെയ്യുന്നവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്നതാണ് ഈ ഫീച്ചേഴ്സ് എല്ലാം. ഫൈൻഡ് ചേഞ്ച് മുൻപുണ്ടായിരുന്നു, അതിൽ കളേഴ്സ് ഉണ്ടായിരുന്നില്ല. എന്നാൽ പുതിയതായി അവർ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ഫീച്ചറാണ് ഫൈൻഡ് ചേഞ്ച് കളേഴ്സ്. ഒരു ഡോക്യുമെൻറ്റിൽ, ഒരു ലോങ് ഡോക്യുമെൻ്റ് ആകട്ടെ, ഒരു ഷോർട്ട് ഡോക്യുമെൻ്റ് ആകട്ടെ, ഒരു ഡിസൈൻ ആകട്ടെ, ധാരാളം കളേഴ്സ് നമ്മൾ ഉപയോഗിക്കും. അത് ഓരോന്നായി ചിലപ്പോൾ മാറ്റുന്നത് അല്ലെങ്കിൽ പുതിയ ഒരു കളർ കൊണ്ടുവരുന്നത് ഒക്കെ നമുക്ക് സാധിക്കും. അതിനുള്ള എല്ലാത്തരം ഫീച്ചേഴ്സും ഇൻഡിസൈനിലുണ്ട്. എന്നാൽ ഒരു ലോങ് ഡോക്യുമെൻറ്റിലോ ഒരു ചെറിയ ഡോക്യുമെൻറ്റിലായിക്കോട്ടെ, പല സ്ഥലങ്ങളിലും ഉപയോഗിച്ചിരിക്കുന്ന ഒരു കളർ ഒരു സിംഗിൾ ക്ലിക്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ 1-2 സ്ഥലങ്ങളിൽ മാത്രം ഫൈൻഡ് ചെയ്ത് ചേഞ്ച് ചെയ്യാവുന്ന, ആവശ്യമുള്ളിടത്ത് മാത്രം. എല്ലാ സ്ഥലത്തും ഒരേ സമയം നമുക്ക് മാറ്റാം. അതോടൊപ്പം ആവശ്യമുള്ള ചില സ്ഥലങ്ങളിൽ മാത്രം, 1-2-3 സ്ഥലങ്ങളിൽ മാത്രം നമുക്ക് ഫൈൻഡ് ചെയ്ത് ചേഞ്ച് ചെയ്യാവുന്ന ഒരു ഫീച്ചറാണ് ഫൈൻഡ് ചേഞ്ച് കളേഴ്സ്. മറ്റൊരു ഫീച്ചറാണ് ഫിറ്റിംഗ് ഓപ്ഷൻ. കണ്ടന്റ് അവെയർ ഫിറ്റ് എന്നുള്ളതാണ്. അത് നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുക എന്നുള്ളത്. അതോടൊപ്പം ഇൻഡിസൈൻ 2021 ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും പുതിയ, ഏറ്റവും അഡ്വാൻസ്ഡായ ഒരു ഫീച്ചറാണ് കണ്ടന്റ് അവെയർ റാപ്പ്. അതായത് ടെക്സ്റ്റ് റാപ്പ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ടെക്സ്റ്റ് റാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിൻ്റെ ഒരു ഷേപ്പിനനുസരിച്ച് ടെക്സ്റ്റിനെ നമ്മളിങ്ങനെ വളച്ച് ഉപയോഗിക്കുന്ന ഒരു ഫീച്ചറാണ് ടെക്സ്റ്റ് റാപ്പിംഗ്. റാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാവുന്നതാണ്, ഇങ്ങനെ പൊതിഞ്ഞ് ഇരിക്കുന്ന ഒരു ഫീച്ചറാണ്. അപ്പോൾ ടെക്സ്റ്റ് റാപ്പിങ്ങിലെ ഒരു പുതിയ അഡ്വാൻസ്ഡ് ഫീച്ചർ അവർ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് കണ്ടന്റ് അവെയർ ടെക്സ്റ്റ് റാപ്പ് എന്നാണ് പറയുന്നത്. അഡോബി കമ്പനി അവകാശപ്പെടുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ടാണ് ഇത്തരം ഫീച്ചേഴ്സ് എല്ലാം, പ്രത്യേകിച്ച് കണ്ടന്റ് അവെയർ ടെക്സ്റ്റ് റാപ്പ് എല്ലാം ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനുള്ള ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തുന്നത് AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇന്ന് നമുക്കറിയാം, ലോകത്താകമാനം കണ്ടന്റ് മാനേജ്മെൻറ്റിനും അതുപോലെ IT മേഖലയിലും ഏറ്റവും കൂടുതലായി ഉപയോഗിക്കപ്പെടുന്ന ഒരു ഫീച്ചറാണ്. ഒരു പ്രത്യേകത അത് എന്താണ് എന്നുള്ളത്, അതിൻ്റെ ടെക്നിക്കൽ ഫീച്ചേഴ്സ് മുഴുവൻ വിശദീകരിക്കേണ്ട ആവശ്യം ഇവിടെയില്ല. അത് വിശദീകരിക്കാൻ പ്രാപ്തനുമല്ല. അതല്ല നമ്മളുടെ വിഷയം ഇവിടെ. അവർ പറയുന്നത് ഇതാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഫീച്ചർ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. എനിവേ, നമുക്കൊന്ന് നോക്കാം എന്താണ് ഈ കണ്ടന്റ് അവെയർ ടെക്സ്റ്റ് റാപ്പ്, അതുപോലെ കണ്ടന്റ് അവെയർ ഫിറ്റിംഗ് ഓപ്ഷൻസ് ഒക്കെ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, റൈറ്റ്. ഇവിടെ നമ്മൾ ഓൾറെഡി ഒരു ഫയൽ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. അതിൽ നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ആദ്യമായി ഫൈൻഡ് ചേഞ്ച് കളേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഞാനൊരു കളർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതാ ഈ കളർ, അതിൻ്റെ പേര് നമുക്ക് ഇവിടെ വലിയ പ്രസക്തമൊന്നുമല്ല. കാരണം അതിൻ്റെ കളർ വാല്യൂ HSB വാല്യൂ ആണ്. HSB എന്നുള്ളത് ഹ്യൂ സാച്ചുറേഷൻ ബ്രൈറ്റ്നസ് എന്നുള്ളതാണ്. ആ HSB അവർ പുതുതായി ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ഈ കളേഴ്സ് നമ്മൾ പല സ്ഥലങ്ങളിലും ഈ ഫയലിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ഈ പാച്ചിന് ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ഈ എന്നുള്ള അക്ഷരത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ പലയിടത്തും ആ കളേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ടാവും. ഓരോന്നായിട്ടും ഫൈൻഡ് ചെയ്ത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓൾറൈറ്റ്, ഓക്കെ. ഞാനിവിടെ ഈ കളർ ഒന്ന് സെലക്ട് ചെയ്ത് Ctrl+A ഉപയോഗിച്ച ടെക്സ്റ്റ് മുഴുവനായി ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ മുകളിൽ ഒന്ന് പോവുകയാണ്. ഇവിടെ നമുക്ക് ആ കളർ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ കളറൊന്നും സെലക്ട് ചെയ്യുന്നില്ല. ഞാൻ പോകുന്നത് ഇവിടെ എഡിറ്റിലാണ്. എഡിറ്റിൽ ഫൈൻഡ് ചേഞ്ച് ഉണ്ട്. എഡിറ്റിൽ ഫൈൻഡ് ചേഞ്ച് ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പലതരം ഓപ്ഷൻസ് കാണുന്നതാണ്. ടെക്സ്റ്റ് ഗ്ലിഫ് ഒബ്ജക്റ്റ്, ഇതെല്ലാം നമുക്ക് ഓരോന്നായിട്ട് ഫൈൻഡ് ചേഞ്ച് ചെയ്യാനുള്ള പലതരം ഓപ്ഷൻസാണ്. തൽക്കാലം നമ്മളിവിടെ കളറാണ് എടുക്കുന്നത്. ഇത് പുതുതായി 2021 ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ഫീച്ചറാണ്. നമുക്ക് ആ കളർ ഒന്ന് എടുക്കാം. അതിനുശേഷം നമ്മൾ ഏത് കളറാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്, ഇവിടെ അവരുടെ ഒരു മെസ്സേജ് ഉണ്ട്, ഇൻട്രൊഡ്യൂസിങ് ലൊക്കേറ്റ് കളർ. അത് നമുക്ക് ഇപ്പോൾ തൽക്കാലം വേണ്ട, നമുക്ക് അത് ക്ലോസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഫൈൻഡ് കളർ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളുടെ കളറിൻ്റെ സ്വാച്ചസ് കംപ്ലീറ്റായി നമുക്കിവിടെ കാണിക്കുന്നതാണ്. നമ്മൾ ഈ കളറാണ് ഇവിടെ കൊടുക്കുന്നത്.
അതായത് H15S97B100 HSB മോഡലാണ് ഇപ്പോൾ കിടക്കുന്നതെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് CMYK ആക്കാം, RGB ആക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആക്കാം. അത് വലിയ കാര്യമുള്ള കാര്യമല്ല, വിഷയവുമല്ല. നമ്മളിവിടെ തൽക്കാലം അത് ചേഞ്ച് ചെയ്യുകയാണ്, മറ്റൊരു കളറിലേക്ക് മാറ്റുകയാണ്. ആദ്യം നമുക്കൊന്ന് ഫൈൻഡ് ചെയ്യാം, അത് എവിടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഫൈൻഡ് നെക്സ്റ്റ് കൊടുത്താൽ മതി. എവിടെയാണ് ഉപയോഗിച്ചത്? ഇവിടെ നമ്മൾ ഈ T എന്നുള്ളത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു സ്ഥലം, ആ T എന്താണ് എന്നുള്ളത്, ആ T മാത്രം വലുതായി കിടക്കുന്നത് എന്നുള്ളതാണ് ഞാനിവിടെ നോക്കുന്നത്. അതിൻ്റെ പേര് ഡ്രോപ്പ് ക്യാപ്പ് എന്നാണ്. ഡ്രോപ്പ് ക്യാപ്പ് നമ്പർ ഓഫ് ലൈൻസ്, 3 ലൈൻസിനാണ് ആ ഡ്രോപ്പ് ക്യാപ്പ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ക്യാരക്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, തൽക്കാലം നമ്മൾ അത്രയും മനസ്സിലാക്കുക അതേക്കുറിച്ച്. ആ ഡ്രോപ്പ് ക്യാപ്പ് T എന്നുള്ള അക്ഷരത്തിൻ്റെ ആ കളർ നമ്മളിവിടെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി അത് ഏത് കളറിലേക്കാണ് ചേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഞാനത് തൽക്കാലം വേണമെങ്കിൽ നമുക്കിവിടെ ഒരു RGBയിലുള്ള ഈ ബ്ലൂ കളറിലേക്ക് മാറ്റാം, അതല്ലെങ്കിൽ വേറെ ഏത് കളറിലേക്ക് മാറ്റാം. ഞാനിവിടെ ഈ മജണ്ടയിലേക്കൊന്ന് മാറ്റുകയാണ്. ഇതാ CMYK മോഡലുള്ള മജണ്ട 100%. ഇനി എനിക്ക് ഇവിടെ അത് ടിൻഡ് എത്ര വേണമെന്ന് നോക്കാം. തൽക്കാലം 100%. സെർച്ച് ഡോക്യുമെൻറ്റ് ഫുള്ള് വേണോ അതോ ഓൾ ഫ്രെയിംസ് വേണോ എന്നുള്ളതൊക്കെയാണ്. ടെക്സ്റ്റ് ഫ്രെയിം, ഗ്രാഫിക് ഫ്രെയിം, അൺഅസൈൻഡ് ഫ്രെയിംസ്, അതൊക്കെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. തൽക്കാലം നമുക്ക് അതിലേക്ക് പോകണ്ട. തൽക്കാലം നമുക്ക് ഡോക്യുമെൻറ്റ് മാത്രം എടുത്തിട്ട് ഓൾ ഡോക്യുമെൻറ്റ് മാത്രം എടുക്കാം, അല്ലെങ്കിൽ ഈ ഡോക്യുമെൻറ്റ് മാത്രം. ഓൾ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലം ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഫുൾ ഡോക്യുമെൻ്റ് ഒരു പക്ഷേ ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമായിരിക്കും. നമ്മൾ തൽക്കാലം അത് നോക്കുന്നില്ല. ഞാനിവിടെ ചേഞ്ച് ഓൾ കൊടുക്കുകയാണ്. ഇതാ 7 ഇൻസ്റ്റൻസസ് ഫൗണ്ട്, 7 സ്ഥലത്ത് സക്സസ്ഫുള്ളായിട്ട് അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എവിടേക്കാണെന്ന് നമുക്ക് നോക്കാം. ഇതാ ആ ഡ്രോപ്പ് ക്യാപ്പ് ഓൾറെഡി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഞാനത് ഡൺ കൊടുക്കുകയാണ്. ഡൺ കൊടുത്തതിന് ശേഷം നമുക്ക് നോക്കാം എവിടെയൊക്കെ അത് മാറ്റിയിട്ടുണ്ടെന്ന് നോക്കാം. ഇവിടെ ഇതാ ഈ ഡ്രോപ്പ് ക്യാപ്പും അത് തന്നെയായിരുന്നു. അത് നമുക്കൊന്ന് നോക്കാം. എന്താ ഇവിടെ ആ പാച്ച് കൊടുത്തിരുന്നത്, ആ പാച്ചിൻ്റെ കളർ മാറി. സോറി, ഇവിടെ പാച്ചിന് നമ്മൾ വൈറ്റാണ് കൊടുത്തിരുന്നത്, പക്ഷേ ഈ ടെക്സ്റ്റിനാണ് ആ കളർ കൊടുത്തിരുന്നത്, അത് മാറി. ഇവിടെ ഇതാ ആ പാച്ചിൻ്റെ കളർ മാറിയിരിക്കുന്നു. ഇവിടെ ആ ഡ്രോപ്പ് ക്യാപ്പ് മാറിയിരിക്കുന്നു. ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഈ പേജിൽ ഇല്ല എന്ന് തോന്നുന്നു. ഓക്കെ, ഈ പേജിലില്ല, ഈ പേജിലില്ല. ഇവിടെ ഇതാ ഈ ഡ്രോപ്പ് ക്യാപ്പ് നമ്മൾ കൊടുത്തിരുന്നതാണ്, അതും മാറിയിരിക്കുകയാണ്. അങ്ങനെ ഒരു സിംഗിൾ ക്ലിക്കിൽ നമുക്ക് ഈ കളേഴ്സ് കംപ്ലീറ്റ് ഒരു ഡോക്യുമെൻ്റ്, ഒരു മാഗസിൻ ആയിക്കോട്ടെ, ന്യൂസ് പേപ്പർ ആയിക്കോട്ടെ, ഒരു ലേഔട്ട് എന്തുമായിക്കോട്ടെ, ഒരു ബ്രോഷർ ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ആ കളറിനെ നമുക്ക് ചേഞ്ച് ചെയ്യാം. അതുകൂടാതെ 1-2 സ്ഥലങ്ങളിൽ മാത്രമായി നമുക്കതിനെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇതാണ് ഫൈൻഡ് ചേഞ്ച് കളേഴ്സ് എന്നുള്ളത് ഇൻഡിസൈൻ 2021 പുതുതായി ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ഫീച്ചർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു ഫീച്ചറിലേക്ക് കിടക്കാം. അതായത് കണ്ടൻറ് അവെയർ ഫിറ്റിൻ എന്നുള്ള ഒരു ഓപ്ഷനാണ്. ഇൻഡിസൈൻ 2021 പുതുതായി ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ഫീച്ചറാണെന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു. അത് എന്താണ് എന്ന് നോക്കാം. കണ്ടൻറ് അവെയർ ഫിറ്റിൻ ആണ്. ഞാനിവിടെ ഒരു ബോക്സ്, റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് ഒരു ബോക്സ്, എനിക്ക് ഈ സൈസിലേക്ക് ഒരു ഇമേജിനെ ഇവിടെ നിർത്തേണ്ടതുണ്ട്. ഒരു ഇമേജ് ഞാനിവിടെ ഓൾറെഡി സേവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ കളർ ഫില്ല് ചെയ്തിരിക്കുന്നത് നോക്കണ്ട, ഞാനത് അറിയാൻ വേണ്ടി മാത്രം, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഫില്ല് ചെയ്തിരിക്കുന്നതാണ്. അതിൽ വൈറ്റ് ആക്കാം, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, ഇതാണ് എനിക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരു ബോക്സ് അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ. ഇതിലേക്ക് എനിക്കൊരു ഇമേജിനെ വളരെ ഈസിയായി പെട്ടെന്ന് ഒന്ന് ഫിറ്റിൻ ചെയ്യണം. ഞാൻ Ctrl+D കൊടുക്കുകയാണ് പ്ലേസ് ചെയ്യാൻ, ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി. അതല്ലെങ്കിൽ ഇവിടെ എനിക്ക് ഫയലിൽ പോയാൽ ഇമ്പോർട്ട് ഉണ്ട്, ഇതാ Ctrl+D. ആപ്പിൾ മാക്കിൻടോഷിലാണെങ്കിൽ അത് Command+D ആയിരിക്കും വരിക. ഇതാ ഞാൻ ഈ ഒരു ഇമേജിനെ ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. അതായത് ഇപ്പോഴത് വന്നിരിക്കുന്നത് നമുക്കറിയാം. ആ ഇമേജിൻ്റെ സൈസ് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമുക്കിതൊന്ന് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്. കണ്ടോ, ഇവിടെ ഈ കാണുന്നതാണ് ആ ഇമേജിൻ്റെ സൈസ് എന്ന് പറയുന്നത്. നമുക്കതിനെ റെഡ്യൂസ് ചെയ്യാം, പല രീതിയിൽ അതിനെ നമുക്ക് ഫിറ്റിൻ ചെയ്യാം. ഫിറ്റിൻ ഓപ്ഷൻസ് പലതുണ്ട്. ഇതാ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിറ്റിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഫിൽ ഫ്രെയിം പ്രപ്പോർഷനേറ്റ്ലി ഉണ്ട്, ഫിറ്റ് കണ്ടൻറ് പ്രപ്പോർഷനേറ്റ്ലി ഉണ്ട്, കണ്ടൻറ് അവെയർ ഫിറ്റ്. ഇതാണ് പുതുതായി അവർ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ഫീച്ചർ. കണ്ടൻറ് അവെയർ ഫിറ്റാണ്. അതായത് ആ ബോക്സിലേക്ക്, അതിൻ്റെ ചുരുക്കം ഇതാണ്, ആ ബോക്സിലേക്ക് ആ കണ്ടൻറ്റിന്, ആ ഇമേജിലുള്ള കണ്ടൻറ്റ്, ഇമേജ് ഒരു പക്ഷേ വലുതായിരിക്കാം, നമ്മളുടെ ഇമേജിന് ബാക്ക്ഗ്രൗണ്ട് ഒരു പക്ഷേ വിശാലമായിരിക്കാം, പക്ഷേ ആ ഇമേജിലുള്ള കണ്ടൻറ്റ് എന്താണോ ആ കണ്ടൻറ്റിനെ ആ ബോക്സിലേക്ക് ഫിറ്റിൻ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. നമുക്കിതിൻ്റെ ഓരോന്നായിട്ട് വേണമെങ്കിൽ നോക്കാം. ഫിറ്റ് ഫ്രെയിം പ്രപ്പോർഷനേറ്റ്ലി. ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്?
പ്രപ്പോർഷനേറ്റായിട്ട് ആ ഫ്രെയിമിലേക്ക് അതിനെ ഫിറ്റിംഗ് ചെയ്തിരിക്കുകയാണ്. ഇതാ ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. ഞാനതൊന്ന് അൺഡു ചെയ്യുന്നു. ഓക്കെ, ഇനി എന്താണുള്ളത് നോക്കാം. ഫിറ്റ് കണ്ടൻറ്റ് പ്രപ്പോർഷനേറ്റ്ലി. ഇതാ ആ കണ്ടൻറ്റ്, അതായത് ആ ഇമേജിനെ ടോട്ടലി ആ ഫ്രെയിമിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതൊരു ഹൊറിസോണ്ടലായിട്ടുള്ള ഇമേജാണ്. ഈ ബോക്സ് ആകട്ടെ ഓൾമോസ്റ്റ് ഒരു സ്ക്വയറിലുള്ള ഒരു ഇമേജാണ്. അപ്പോൾ അത് എങ്ങനെയാണോ ആ ഇമേജിനെ ഫിറ്റിംഗ് ചെയ്യേണ്ടത്, അതായത് ആ ഇമേജ് ഫുള്ളായിട്ട് നമുക്ക് ആ ബോക്സിൽ വരത്തക്ക രീതിയിലാണ് ഇപ്പോൾ അതിനെ ഫിറ്റിംഗ് ചെയ്തിരിക്കുന്നത്. ഇനി മറ്റ് ഫീച്ചർ നമുക്ക് നോക്കാം. പുതുതായി ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ കണ്ടൻറ്റ് അവെയർ ഫിറ്റ് എന്താണെന്ന് നോക്കാം. വേറെയും ധാരാളം ഫീച്ചേഴ്സ് ഇതിലുണ്ട്. നമ്മൾ എല്ലാം തൽക്കാലം നോക്കുന്നില്ല. നമുക്ക് ഓരോന്നായിട്ട് നിങ്ങൾക്ക് തന്നെ എക്സ്പെരിമെൻറ്റ് നടത്തി നോക്കാവുന്നതാണ്. തൽക്കാലം ഈ പുതിയ ഫീച്ചർ നമുക്കൊന്ന് കണ്ടൻറ്റ് അവെയർ ഫിറ്റ് നോക്കാം. ഇതാ ഇപ്പോൾ ആ ഇമേജിനെ, അതിൻ്റെ കണ്ടൻറ്റിനെ മാത്രം അതിൽ ഫിൽ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഇതാ പുറത്തേക്ക് ആ ഇമേജ് ധാരാളമുണ്ട്. അതവിടെ നോക്കിയിട്ടില്ല. വളരെ ഈസിയായി നമ്മളിതിനെ റെഡ്യൂസ് ചെയ്യുകയോ മാനുവലി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ ഈസിയായി അവിടെ ഫിറ്റിംഗ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് മറ്റൊരു ഇമേജ് നോക്കാം. ഞാനിവിടെ ഒരു വെർട്ടിക്കൽ ഇമേജ് എടുത്ത് നോക്കാം. ഞാൻ ഒരു ഹൊറിസോണ്ടൽ ബോക്സാണ് വരച്ചിരിക്കുന്നത്. ഞാൻ Ctrl D കൊടുക്കുന്നു. ഒരു വെർട്ടിക്കൽ ഇമേജ് നമുക്ക് നോക്കാം. ഇവിടെ ധാരാളം ഇമേജസ് ഉണ്ട്. ഓക്കെ, ഓൾമോസ്റ്റ് ഒരു വെർട്ടിക്കൽ ഇതാവാം. നമുക്ക് ആ ഇമേജ് അവിടെ വന്നിരിക്കുകയാണ്. നമുക്കൊന്ന് ഫിറ്റിംഗ് ചെയ്ത് നോക്കാം. ഇതാ കണ്ടൻറ്റ് അവെയർ ഫിറ്റ് എങ്ങനെ സംഭവിക്കും. ഇതാ ആ ഇമേജിൻ്റെ മേജർ കണ്ടൻറ്റ് ഫ്രെയിമിലേക്ക് ഫിറ്റിംഗ് ചെയ്തിരിക്കുകയാണ്. നമ്മളിതിനെ മാനുവലി നമുക്കിതിനെ ഫിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിവിടെ അൺഡു ചെയ്യുന്നു. അതിന് ശേഷം ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കണ്ടൻറ്റ് മാത്രം നമുക്ക് കിട്ടുന്നതാണ്. ഇത്രയും ഭാഗത്താണ് ഈ ഇമേജ് ഉള്ളത്. നമുക്കിതിനെ കൺട്രോൾ ഷിഫ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ഇങ്ങനെ ചെറുതാക്കാവുന്നതാണ്. ഇതുണ്ട്, ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന് നമുക്കതിനെ മാനുവലി റെഡിയാക്കി വയ്ക്കാവുന്നതാണ്. പക്ഷേ ഇവിടെ അതൊന്നും സംഭവിക്കേണ്ട കാര്യമില്ല, ഒന്നും നോക്കേണ്ട കാര്യമില്ല. നമുക്കതിനെ കണ്ടൻറ്റ് അവെയർ ഫിറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ ഈസിയായി നമുക്ക് അവിടെ ഫിറ്റിംഗ് ചെയ്യാവുന്ന, നമുക്ക് ആവശ്യമുള്ള പോർഷൻ മാത്രം അവിടെ ഫിറ്റിംഗ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതാണ് കണ്ടൻറ്റ് അവെയർ ഫിറ്റ്. ഇനി നമുക്ക് ഈ അധ്യായത്തിലെ അല്ലെങ്കിൽ ഇവിടെ പ്രതിപാദിക്കുന്ന ഈ ഇൻഡിസൈൻ 2021 ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചറായ കണ്ടൻറ്റ് അവെയർ ടെക്സ്റ്റ് റാപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ആദ്യത്തെ പേജിലേക്ക് പോവുകയാണ്. ഓക്കെ, എനിക്കിപ്പോൾ ആവശ്യം ഇവിടെ ഒന്ന് വലുതാക്കി നോക്കാം. ഈ ടെക്സ്റ്റിനെ എനിക്ക് ഈ മോഡലിൻ്റെ ഈ കൈയുടെ എല്ലാം ഷേപ്പിലേക്കാണ് എനിക്ക് കൊണ്ടുവരേണ്ടത്. അതാണ് ടെക്സ്റ്റ് റാപ്പിംഗ് എന്ന് പറയുന്നത്. മുൻപ് നമ്മൾ ചെയ്തിരുന്നത് ആ പെൻ ടൂൾ എടുത്തതിന് ശേഷം നമ്മളിതാ ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുക്കും. ഈ ഷേപ്പിനനുസരിച്ച് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് അതൊരു ബോക്സ് ആക്കിയതിന് ശേഷം അതിൽ റാപ്പ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ ഒരു മെത്തേഡ് നമുക്ക് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ സെലക്ഷൻ ടൂൾ എടുത്തതിന് ശേഷം ഈ ടെക്സ്റ്റ് ബോക്സും അതിൻ്റെ ബാക്കിലുള്ള ഇമേജും ഒരേ സമയം ഞാനത് സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ പോകുന്നത് വിൻഡോയിൽ ടെക്സ്റ്റ് റാപ്പ് ഉണ്ട്. മുൻപും അതങ്ങനെ തന്നെയായിരുന്നു. അതിൽ ഒരു പുതിയ ഫീച്ചർ എന്നുള്ളതിന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണെന്ന് തോന്നുന്നു അവർ ആ ഓപ്ഷൻ്റെ മീതെ ഒരു ബ്ലൂ ഡോട്ട് കൊടുത്തിട്ടുണ്ട്. റാപ്പ് അറൗണ്ട് ഒബ്ജക്റ്റ് ഷേപ്പ് ഒരു ബ്ലൂ ഡോട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു പക്ഷേ ഒരു പുതിയ ഫീച്ചർ എന്ന് തോന്നിക്കുന്നതിന് വേണ്ടി ആയിരിക്കാം അങ്ങനെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ആദ്യം മറ്റേ ഫൈൻഡ് ചേഞ്ച് കളേഴ്സ് എടുത്തപ്പോഴും നമ്മൾ ഇത് കണ്ടു, ഈ ബ്ലൂ ഡോട്ട് കണ്ടു. ഒരു പുതിയ ഫീച്ചർ എന്നുള്ള നിലയ്ക്ക് ആയിരിക്കാം അത് കൊടുത്തിട്ടുള്ളത്. എനിവേ ഞാൻ അത് സെലക്ട് ചെയ്തു. ഇപ്പോൾ ആ ടെക്സ്റ്റ് അവിടെ നിന്ന് ഡിസപ്പിയർ ആയിരിക്കുകയാണ്. നോക്കാം നമുക്ക് എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം. ഞാനിനി ഇവിടെ ഈ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുത്തതിന് ശേഷം ആ ഇമേജിനെ ഒന്ന് സെലക്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ താഴെ എന്ത് ടൈപ്പ് ഓഫ് കോണ്ടൂർ ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ടൈപ്പ് സെയിം ആസ് ക്ലിപ്പിംഗ് ഉണ്ട്, ബൗണ്ടിങ് ബോക്സ് ഉണ്ട്, ഡിറ്റക്ട് എഡ്ജസ് ഉണ്ട്. ഇതെല്ലാം മുൻപുണ്ടായിരുന്നതാണ്, എല്ലാം നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഇവിടെ നമുക്ക് സെലക്ട് സബ്ജക്റ്റ് ഉണ്ട്. അതാണ് നമ്മൾക്കിവിടെ ആവശ്യം. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുക എന്നുള്ളത്. അതിൻ്റെ ചില ഫീച്ചേഴ്സ് കാണിച്ചുകൊണ്ടൊരു വീഡിയോ ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ പുതുതായിട്ട് ഓരോ നോക്കുമ്പോൾ എല്ലാത്തിനും ഇത്തരം പുതിയ ഫീച്ചേഴ്സ് അവതരിപ്പിച്ചുകൊണ്ടുള്ള വീഡിയോസ് ഇവിടെ കാണിക്കുന്നതാണ് ഇൻഡിസൈൻ അല്ല, ഇല്ലസ്ട്രേറ്റർ ആയാലും ഫോട്ടോഷോപ്പ് ആയാലും ഏത് സോഫ്റ്റ്വെയർ ആയാലും നമുക്കത് തൽക്കാലം ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇപ്പോഴതിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെലക്ട് സബ്ജക്റ്റ് എന്നുള്ള ആ ഓപ്ഷൻ. അപ്പോൾ നമുക്കിവിടെ ഇത് കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നോക്കൂ, ആ
ആ ഷേപ്പിനനുസരിച്ച് ആ ടെക്സ്റ്റ് വന്നിരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് കുറച്ചുകൂടെ കയറ്റി വെക്കാം. ഈ ടെക്സ്റ്റ് ഇവിടെ ആ ടെക്സ്റ്റ് കുറച്ച് റൈറ്റ് സൈഡിലേക്ക് പോയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ പോയിൻറ്റ് സൈസ് കുറച്ച് ചെറുതാക്കാം. ഞാനിവിടെ കുറച്ച് ചെറുതാക്കുന്നു. അതിനുശേഷം ഞാൻ ആ റൈറ്റ് സൈഡിലേക്ക് പോയ ആ ടെക്സ്റ്റിനെ ഇങ്ങോട്ട് നമുക്ക് കൊണ്ടുവരാം. ആ ഒബ്ജക്റ്റിൻ്റെ സെൻട്രലായിട്ട് അതിനെ അലൈൻ ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ താഴെ കിടക്കുന്ന ടെക്സ്റ്റിനെ ഒന്ന് മുൻപിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് Ctrl B അല്ലെങ്കിൽ കമാൻഡ് B ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫ്രെയിം ഓപ്ഷൻസ് നമുക്ക് കിട്ടുന്നതാണ്. ഇഗ്നോർ ടെക്സ്റ്റ് റാപ്പ് എന്ന ടെക്സ്റ്റ് ഫ്രെയിം ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഇഗ്നോർ ടെക്സ്റ്റ് റാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നീട് ഈ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നില്ല. നമുക്കിപ്പോൾ ഇതിൻ്റെ ലെഡിങ് ഒന്ന് കുറയ്ക്കാവുന്നതാണ്. ഞാനിവിടെ ഓൾട്ട് അപ്പ് ആരോ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ലെഡിങ് അല്പം കുറച്ച് ഇരിക്കുകയാണ്. ഇപ്പോൾ കണ്ടു എത്ര രസകരമായി നമുക്ക് എത്രയും പെട്ടെന്ന് എത്രയും സ്പീഡായിട്ട് നമുക്കിവിടെ വ്യൂ പെർഫോമൻസ് ഒന്ന് കൂട്ടിയിട്ട് നോക്കാം. ഡിസ്പ്ലേ പെർഫോമൻസ് ഹൈ ക്വാളിറ്റി ആക്കി. അപ്പോൾ ആ ഇമേജ് നമുക്ക് കറക്റ്റായിട്ട് കാണാവുന്നതാണ്. നോക്കൂ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് ആ ടെക്സ്റ്റ് റാപ്പ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് അതിൻ്റെ റിവ്യൂ മോഡൊന്ന് മാറ്റി നോക്കാം. ഇവിടെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ നമുക്ക് ഷേപ്പ് വരച്ചിരിക്കുന്നത് ഒന്നും കാണേണ്ട കാര്യമില്ല. അത് കാണാൻ പറ്റില്ല. അങ്ങനെ ഒന്നും വരച്ചിട്ടില്ല. ഇതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് ഇവരൊക്കെ പറയുന്നത്. ആയിരിക്കാം, അല്ലായിരിക്കാം. എനിവേ നമുക്കത് നോക്കേണ്ട കാര്യമില്ലല്ലോ. തൽക്കാലം നമുക്ക് മറ്റൊരു ഇമേജിലേക്ക് നോക്കാം. ഇവിടെ വേറൊരു ഇമേജുണ്ട്. ഞാനതും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് ആദ്യം തന്നെ ഈ ടെക്സ്റ്റിനെ നമുക്കൊന്ന് സുരക്ഷിതമാക്കി നിർത്തേണ്ടതുണ്ട്. ഞാൻ Ctrl B ഉപയോഗിച്ചുകൊണ്ട് ഇഗ്നോർ ടെക്സ്റ്റ് റാപ്പ് കൊടുക്കുകയാണ്. അതായത് ടെക്സ്റ്റ് റാപ്പ് അതിന് ബാധകമല്ല, അതാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിനുശേഷം ഞാനിവിടെ ഈ പുതിയ ഫീച്ചർ ഒന്ന് സെലക്ട് ചെയ്ത് റാപ്പ് അറൗണ്ട് ഒബ്ജക്റ്റ് ഷേപ്പ്. അപ്പോൾ ആ ടെക്സ്റ്റ് ഇവിടെ ഡിസപ്പിയർ ആയിരിക്കുകയാണ്. നമുക്ക് നോക്കാം. ഞാനിവിടെ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുത്തിട്ട് ആ ഇമേജിനെ ഒന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ ഇമേജിനെയാണ് സെലക്ട് ചെയ്യുന്നത്. ഇമേജിനെ സെലക്ട് ചെയ്തപ്പോൾ കോണ്ടൂർ ഓപ്ഷൻസ് ടൈപ്പ് താഴെ വന്നു. സെലക്ട് ഒബ്ജക്റ്റ്. ഇതൊരു ഡമ്മി ടെക്സ്റ്റാണ്. വെറുതെ നമ്മൾ ഡമ്മി ടെക്സ്റ്റ് വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമുക്കതൊന്നും വായിക്കാനൊന്നും പറ്റാതിരിക്കുന്നത്. ഏത് വാക്കുകളാണ് എന്നുള്ളതൊന്നും നമുക്കത് മനസ്സിലാകുകയുമില്ല. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ ആ ടെക്സ്റ്റ് വളരെ പെർഫെക്റ്റായിട്ട് കിട്ടിയിരിക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഈ എഡ്ജസ് വന്നിരിക്കുന്നതിൻ്റെ ഗ്യാപ്പ് നമുക്ക് കൂട്ടാവുന്നതാണ്. ഞാനിവിടെ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഇമേജ് ഒന്ന് സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ആ ടെക്സ്റ്റ് റാപ്പ് ചെയ്തിരിക്കുന്ന ആ ഏരിയ, ആ ലൈൻസ്, അതിൻ്റെ ബോർഡർ നമുക്കിവിടെ കാണാവുന്നതാണ്. അതിൻ്റെ ഓപ്ഷൻസിൽ പോയി കഴിഞ്ഞാൽ ഫ്ലോട്ടിംഗ് വിൻഡോയിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ അതിൻ്റെ ഓഫ്സെറ്റ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാനിപ്പോൾ 0 ആണ് കിടക്കുന്നത്. ഞാനത് അല്പം കൂട്ടുകയാണ്. 1 മില്ലിമീറ്ററായി, 2 മില്ലിമീറ്ററായി, 3 മില്ലിമീറ്ററായി. ഇങ്ങനെ നമുക്ക് കൂട്ടിക്കൊണ്ടിരിക്കാം, അല്ലെങ്കിൽ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. മൈനസും ആക്കാവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. നോക്കാം നമുക്ക്. മൈനസും ആക്കാവുന്നതാണ്. -1. അപ്പോൾ ഇങ്ങനെ ഇമേജിലേക്ക് കയറിക്കൊണ്ടിരിക്കും എന്നുള്ളത് മാത്രമേ വ്യത്യാസമുള്ളൂ. അതിൻ്റെ ഡിസൈൻ നമ്മളെങ്ങനെ ചെയ്യുന്നു എന്നുള്ളതനുസരിച്ച് നമുക്കതിനെ ഫിക്സ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ ഒരു 4 mm ഗ്യാപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് 4 mm ഗ്യാപ്പ്. ഓക്കെ, ഞാനിനി ഈ ടെക്സ്റ്റിൻ്റെ ഇപ്പോൾ ടെക്സ്റ്റിൻ്റെ ഒരു അലൈൻമെൻറ്റിന് എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഞാനതിനൊന്ന് ലെഫ്റ്റ് അലൈൻ ചെയ്യാം ആദ്യം. അതിനുശേഷം ലെഫ്റ്റ് അലൈൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇവിടെ സ്റ്റിഫൈ ചെയ്യുന്നത് തന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ പോയിൻറ്റ് സൈസ് ഒക്കെ നോക്കാം. ഇത് 12 പോയിൻ്റാണുള്ളത്. കുറച്ച് നോക്കാം. ഞാൻ വീണ്ടും കുറയ്ക്കുന്നു. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നിരിക്കുകയാണ്. 10 പോയിൻ്റ്. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് കണ്ടന്റ് അവെയർ ടെക്സ്റ്റ് റാപ്പിൽ നമുക്കൊരു മലയാളം ടെക്സ്റ്റ് വെച്ചുകൊണ്ട് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഒരു മലയാളം ടെക്സ്റ്റ് ഞാനിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു ഇമേജും ഉണ്ട്. ഈ ഇമേജിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ഷേപ്പിലാണ് എനിക്കിത് പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ മറ്റു 2 ഇമേജുകളിൽ നമ്മൾ നോക്കിയപ്പോൾ ആ ഇമേജുകളുടെ എല്ലാം എഡ്ജസ് ഇങ്ങനെ വളരെ ഷാർപ്പായിരുന്നു, ഡിഫൈൻഡ് ആയിരുന്നു. വളരെ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഡ്ജസ് ഉള്ള ഇമേജ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. ഈ ഇമേജിൽ കുറച്ചുകൂടി വ്യത്യസ്തമായി നമുക്ക് അത്ര ഡിഫൈൻഡ് അല്ലാത്ത ഈ മുടിയൊക്കെ ഇങ്ങനെ ഒരു അൺഈവൻ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ സംഭവിക്കും, എന്ത് സംഭവിക്കും എന്നുള്ളത് ചെയ്തു. ഓക്കെ, ഞാനിവിടെ ഈ 2 ഇമേജസും ഈ ഇമേജും ഈ ടെക്സ്റ്റും സെലക്ഷൻ ടൂൾ വെച്ച് സെലക്ട് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ഞാനിവിടെ ടെക്സ്റ്റ് റാപ്പിൽ പോവുകയാണ്. റാപ്പ് അറൗണ്ട് ഒബ്ജക്റ്റ് ഷേപ്പ് അത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ആ ടെക്സ്റ്റ് അവിടെ നിന്ന് ഡിസപ്പിയർ ആയി. ഇനി ഞാൻ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ ഇമേജിൽ ഒന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ സെലക്ട് സബ്ജക്റ്റ് കൊടുത്തിരിക്കുകയാണ്.
ഇപ്പോഴതൊരു പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ടെക്സ്റ്റ് ഇവിടെ റാപ്പ് ചെയ്ത് കിട്ടിയിരിക്കുകയാണ്. ഇതാ ആ ഷേപ്പിൽ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളത്. ഇതാ ഇനി നമുക്ക് അതിൻ്റെ ഓഫ്സെറ്റ് സ്പേസ് കൂട്ടി കൊടുക്കുന്നതനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. നമുക്ക് നോക്കാം. ഞാൻ ഈ ഇമേജ് സെലക്ട് ചെയ്തു. ഇതാ ആ റാപ്പ് ചെയ്തിരിക്കുന്ന അതിൻ്റെ റൂട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്ലൈൻ നമുക്കിവിടെ കാണാവുന്നതാണ്. അതിൻ്റെ ഓഫ്സെറ്റ് ഞാൻ കൂട്ടി കൊടുക്കുകയാണ്. ഇതാ 0 ആയിരുന്നു, 1 ആക്കി, 2 ആക്കി, 3 ആക്കി, ഒരു 4 അല്ലെങ്കിൽ 5 ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇതാ ഒരു 5 മില്ലിമീറ്റർ കൊടുത്തു. അപ്പോൾ ആ ടെക്സ്റ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. ഓക്കെ, ഇനി നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളം ടെക്സ്റ്റ് ആയതുകൊണ്ടാണ് ഇതിന് ഇത്രയേറെ പ്രശ്നങ്ങൾ വരുന്നത്. ഒപ്റ്റിക്കലി ഈ ഗ്യാപ്പുകളാണ് പ്രശ്നം. യഥാർത്ഥത്തിൽ ഡബിൾ സ്പേസ് ഒന്നും ഇല്ല അവിടെ. നമുക്കതൊന്ന് നോക്കാൻ വേണമെങ്കിൽ ഞാനിവിടെ പ്രിവ്യൂവിൽ നിന്ന് മാറി നോർമൽ വ്യൂവിലേക്ക് മാറിയിരിക്കുകയാണ്. നമുക്കിവിടെ ഈ ഒരു ബ്ലൂ ഡോട്ട് കാണുന്നുണ്ട്. ഇതാ ഇടയ്ക്കൊക്കെ ഒരു ബ്ലൂ ഡോട്ട് കാണുന്നുണ്ടല്ലോ, അത് ആണ് സ്പേസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണത്. ഒരു സ്പേസ് ആണ് അവിടെ ഉള്ളത്, ഡബിൾ സ്പേസ് ഇല്ല അവിടെ. പക്ഷേ എങ്കിലും ഞാൻ പ്രിവ്യൂവിലേക്ക് മാറുകയാണ്. എന്നാലും അവിടെ ഈ കൂടുതൽ സ്പേസ് ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അത് ഈ മലയാളം ടെക്സ്റ്റ്, ഇംഗ്ലീഷ് ടെക്സ്റ്റിനും അങ്ങനെ സംഭവിക്കാറുണ്ട് ഇടയ്ക്ക്. മലയാളം ടെക്സ്റ്റിനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവിക്കുന്നത്. ഈ ജസ്റ്റിഫൈ ചെയ്യുമ്പോൾ ഇതിനിടയിൽ കൂടുതൽ ഗ്യാപ്പ് ഉള്ളതായി നമുക്കത് തോന്നും. അത് തോന്നുന്നതല്ല, ഉണ്ടവിടെ. പ്രിൻറ്റിലും അതങ്ങനെ തന്നെ വരും. നമുക്കത് പല രീതിയിൽ പരിഹരിക്കാവുന്നതാണ്. ഒന്നാമതായി ഞാനിവിടെ ഒന്ന് സെലക്ട് ചെയ്യുന്നു. ഈ ടെക്സ്റ്റിനെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഈ റൈറ്റ് ടോപ്പ് കോർണറിൽ കാണാം. ഇതൊന്ന് അവിടെ ആ 3 ലൈൻ കാണുന്നതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ നമുക്ക് മറ്റൊരു സ്ഥലമുണ്ട്, അതിന് നമ്മുടെ പാരഗ്രാഫ് എടുത്താൽ മതി. പാരഗ്രാഫ് എടുത്തിട്ട് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നു. ആദ്യം ഓൾ സെലക്ഷൻ കൊടുത്തിട്ട് ഈ 4 ലൈൻസ് ഇവിടെ കാണുന്നുണ്ട്. അതിൽ സെലക്ട് ചെയ്ത് ജസ്റ്റിഫിക്കേഷൻ എന്നൊരു ഓപ്ഷനുണ്ട്. ഓൾറെഡി ഞാനതിൻ്റെ വേർഡ് സ്പേസിങ് എല്ലാം കുറച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇതുണ്ട് 60 ആണ് കിടക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എൻ്റെ പ്രിവ്യൂ നോക്കാം. കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും വരുന്നില്ല. ഞാനത് ഓൾറെഡി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്കിവിടെ മാറ്റാവുന്നതാണ്. ഇവിടെ നമുക്ക് വേർഡ് സ്പേസിങ് നമുക്കൊരു 50 ആക്കി നോക്കാം. 50 ആക്കിയപ്പോൾ മാറുന്നുണ്ട്, പക്ഷേ വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. 100 ആയി കഴിഞ്ഞപ്പോൾ ചെറിയ വ്യത്യാസം കണ്ടു. എന്തായാലും അത് നമുക്ക് വേണ്ട, 130 തന്നെ കിടക്കട്ടെ. ഓക്കെ, ഞാൻ ഓക്കെ കൊടുക്കുകയാണ്. ഇപ്പോൾ ഏറെക്കുറെ ഒപ്റ്റിക്കലി നമുക്കത് കുറച്ചൊന്ന് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ ഈ ഏതായാലും നമ്മുടെ റാപ്പിംഗ് കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് റാപ്പിംഗ് വളരെ പെർഫെക്റ്റായിട്ട് തന്നെ വന്നു. ഇനിയും വേണമെങ്കിൽ നമുക്ക് ഈ ഗ്യാപ്പ് ഇങ്ങോട്ട് മാറ്റാവുന്നതാണ്. ഒപ്റ്റിക്കലി ഇപ്പോൾ ടെക്സ്റ്റ് വലിയ കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നു. ഇനി നമുക്കിവിടെ ഈ അലൈൻമെൻറ്റുകളിൽ ചില അക്ഷരങ്ങളെല്ലാം മാറി കിടക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റേണ്ടതാണ്. ഇവിടെ വള്ളി താഴെ വന്നു. ഞാനവിടെ വള്ളി കഴിഞ്ഞതിന് ശേഷം ഒരു ഷിഫ്റ്റ് എൻ്റർ കൊടുക്കുകയാണ്. അപ്പോൾ അത് ആ വള്ളി മുകളിൽ കയറിയിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഓരോന്നായിട്ട് ചിലപ്പോൾ നോക്കി പരിഹരിക്കേണ്ടതാണ്. മലയാളം ഇൻഡിസൈനിൽ എങ്ങനെ പെർഫെക്റ്റായി ടൈപ്പ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഈ ചാനലിൽ തന്നെ 2 or 3 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇനിയും അത് ആവശ്യമുള്ളവർക്ക് പേഴ്സണലായിട്ട് വേണമെങ്കിൽ അതിൻ്റെ ഏറ്റവും പെർഫെക്റ്റായി എങ്ങനെ ചെയ്യാം എന്നുള്ളത് പേഴ്സണലായിട്ട് വീഡിയോ വേണമെങ്കിൽ അയച്ചു കൊടുക്കാവുന്നതാണ്. അയച്ചു തരുന്നതാണ് ഇവിടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇൻഡിസൈൻ 2021 കണ്ടൻറ് അവെയർ ടെക്സ്റ്റ് റാപ്പും കണ്ടൻറ് അവെയർ ഫിറ്റിംഗ് ഓപ്ഷൻസും എല്ലാം നമ്മൾ പെർഫെക്റ്റായി ചെയ്യുന്നത്. ഇത് ഇൻഡിസൈൻ 2021 പുതിയ ഓപ്ഷൻസാണ്. ഇതെല്ലാവരും നന്നായി പ്രാക്ടീസ് ചെയ്യുകയും ഇത് എക്സ്പെരിമെൻറ്റുകൾ കൂടുതൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇത്തരം വർക്കുകളെല്ലാം, ഇത്തരം ലേഔട്ട് ജോബ്സ്, ഇത്തരം ഡിസൈനിങ് ജോബ്സ് അല്ലെങ്കിൽ മാഗസിൻസ്, ന്യൂസ് പേപ്പേഴ്സ്, ഇതിലൊക്കെയുള്ള ജോബുകൾ നമുക്ക് വളരെ ഈസിയായി നമ്മുടെ ഒരു തരത്തിൽ പറഞ്ഞ ലൈഫ് സേവിങ് ആണ്. ഒരുപാട് ടൈം നമുക്ക് സേവ് ചെയ്യാൻ, നമ്മുടെ വർക്ക് ഫ്ലോ വളരെ ഈസിയാക്കാൻ സാധിക്കുന്ന ചില ഫീച്ചേഴ്സാണ്. ഓക്കെ, അപ്പോൾ കണ്ടൻറ് അവെയർ ടെക്സ്റ്റ് റാപ്പ്, ഫൈൻഡ് ചേഞ്ച് കളേഴ്സ്, കണ്ടൻറ് അവെയർ ഫിറ്റിംഗ് ഓപ്ഷൻസ് മുതലായ ഇൻഡിസൈൻ 2021 പുതിയ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനിയും കൂടുതൽ ഇൻഡിസൈൻ, ഇല്ലസ്ട്രേറ്റർ, ഫോട്ടോഷോപ്പ് മുതലായവയിൽ പുതിയ ഫീച്ചേഴ്സും അതോടൊപ്പം ഗ്രാഫിക് ഡിസൈനിങ്ങിലെ പുതിയ തന്ത്രങ്ങളുമൊക്കെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക,
അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇൻഡിസൈൻ, ഇല്ലസ്ട്രേറ്റർ, ഫോട്ടോഷോപ്പ് എന്നിവയിൽ ഓൺലൈൻ ക്ലാസ്സുകളും നൽകുന്നുണ്ട്. നിങ്ങൾ ഇവിടെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ആവശ്യങ്ങളും രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഇമെയിൽ വഴിയോ അല്ലാതെയോ വാട്സാപ്പ് വഴിയോ നിങ്ങൾക്ക് മറുപടിയും നൽകുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.